നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വരികയാണ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ്. ഇതിൽ 3 മാസത്തെ ക്ഷേമ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, അതായത് 3 മാസത്തെ പെൻഷൻ തുക 6000 രൂപയോളം വരും. ഈ ധനസഹായം എല്ലാ മാസങ്ങളുടെയും 25-ാം തീയതിയോടെ വിതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതിയോടെ പെൻഷൻ വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഡയറക്ടർ പ്രപ്പോസൽ നൽകുന്നത് മുഖാന്തരം, അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് ക്ഷേമനിധിയിൽ നിന്ന് കൃത്യമായിട്ട് അംഗങ്ങളുടെ, അതായത് പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരുടെ ലിസ്റ്റ് സേവനിൽ നിന്ന് എടുത്ത് കൃത്യമായിട്ട് ആ ലിസ്റ്റിൻ പ്രകാരം തുക അനുവദിക്കുന്നതിനും കൃത്യമായിട്ട് 25-ാം തീയതി മുതലൊക്കെ വിതരണം ആരംഭിക്കുന്നതിനും വേണ്ടിയുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അതായത് നമുക്ക് വരുന്ന 3 മാസങ്ങളിലേക്ക് ധനസഹായം കൃത്യമായിട്ട് വിതരണം ചെയ്യാനുള്ള അറിയിപ്പ് ഇപ്പോൾ തന്നെ സർക്കാർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ആനുകൂല്യങ്ങൾ വളരെ വേഗത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. 6000 രൂപ വിതരണത്തിന് റെഡിയായി കഴിഞ്ഞു. അതായത് അത് ഓരോ മാസങ്ങളിലുമായിരിക്കും ലഭിക്കുക. പക്ഷേ മുൻകൂറായിട്ട് സർക്കാർ ഇപ്പോൾ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും, അതായത് 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ ധനസഹായത്തിന് അർഹതയുള്ളത്. ആനുകൂല്യം മുടങ്ങില്ല, കൃത്യസമയത്ത് വിതരണം ഉണ്ടാകും. 25-ാം തീയതിയോടെ എല്ലാ മാസങ്ങളിലും വിതരണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപ വിതരണം ഈ മാസം മുതൽ പുനരാരംഭിക്കും. നിലവിൽ ഫെബ്രുവരി മാസത്തിൽ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതായത് ഉദ്ഘാടനം എന്ന രീതിയിൽ മാത്രമാണ് ആനുകൂല്യ വിതരണം ചെയ്തത്. അതുമാത്രമല്ല 10,18,000-ന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തുക തടസ്സപ്പെട്ടവരുണ്ട്, അപ്രൂവൽ ലഭിച്ചിട്ട് തുക കയറാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്കും എല്ലാം, അതായത് ഇനി അപ്രൂവൽ ലഭിച്ചവർക്കുമെല്ലാം ഈ ഘട്ടം മുതലായിരിക്കും മുടങ്ങാതെ ലഭിക്കുക. രണ്ടാം ഗഡുവിൻ്റെ വിതരണമാണ് മാർച്ച് മാസം മുതൽ ആരംഭിക്കുക. 25-ാം തീയതിയോടെ സാധാരണ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്തായിരിക്കും ഈ പെൻഷൻ തുകയും അക്കൗണ്ടിലേക്ക് കയറുക. അപ്രൂവൽ ലഭിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അപ്രൂവ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കാര്യങ്ങളൊന്നുകൂടി സ്ഥിരീകരിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് സേവനയുടെ സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. മുൻപൊക്കെ നമ്മൾ അപേക്ഷ വെച്ച ഓൺലൈൻ സർവീസ് സെൻ്ററിലൊക്കെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി പോകണമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളില്ല. സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മളുടെ ആധാർ നമ്പർ കൊടുത്ത് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. സേവന സൈറ്റിൽ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന തരം വീഡിയോകൾ നമ്മളുടെ മുൻപ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് കൂടി ഈ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പ്രാവശ്യം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ വിവരങ്ങൾ അറിയുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർക്ക് നിലവിൽ വിവിധ സഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യത്തേത് ജലസേചന സംവിധാനമാണ്. നമ്മുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഡ്രിപ്പ് ഇറിഗേഷൻ പോലുള്ളവ, അതോടൊപ്പം തന്നെ മൈക്രോ സ്പ്രിംഗ്ലർ പോലുള്ള ആവശ്യ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം സ്ഥാപിക്കുന്നതിന് വേണ്ടി 85% വരെ സബ്സിഡി ലഭിക്കുന്ന സ്കീമുകളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായത്തിന് വേണ്ടി എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. രണ്ടാമത്തെ മറ്റൊരു പദ്ധതി കേര പദ്ധതിയാണ്. ഏലം കർഷകർക്കും റബ്ബർ കർഷകർക്കും പുനർനടീലിന് സാമ്പത്തിക ധനസഹായം അനുവദിക്കുന്നുണ്ട്. വിശദ വിവരങ്ങൾക്ക് കൃഷിഭവനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ മതിയാകും. അതോടൊപ്പം തന്നെ ഇത്തരം ആനുകൂല്യങ്ങൾക്ക് അപേക്ഷകൾ വയ്ക്കുക. ഹെക്ടർ 1-ന് സർക്കാർ നിശ്ചയിച്ച പ്രകാരം 75,000-ഉം അതിന് മുകളിലുമൊക്കെയാണ് ധനസഹായം ലഭിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദ വിവരങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട കൃഷി വകുപ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും അറിയിപ്പെത്തിക്കുക. ഇതുപോലുള്ള വിവിധ ക്ഷേമോത്തര അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.